ഇവിടെ വാടി. നിക്കടി. അവിടെ നിക്കാനാ പറഞ്ഞ ഞാൻ. തക്കിളി നല്ല മര്യാദക്ക് നിന്നോ. അമ്മ അവളെ ഇങ്ങോട്ട് മാറ്റുന്നില്ല. ഇങ്ങോട്ട് പാടി. പഠിക്കാൻ നടക്കുന്നു. എന്താ കാര്യം? എന്താ കാര്യം? ഓരോ കുറ്റത്തിന് നിന്നെ ഇതുപോലെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് ഭൂമിയിലെ മേൽ കാണുന്നില്ലെന്ന് അറിയാമോ? അമ്മയ്ക്ക് അറിയാൻ എന്താ കാര്യം? എന്താ കാര്യം? അമ്മയ്ക്ക് അറിയാൻ പാടില്ല. ഹംസക്കാരന്റെ മോളുടെ കല്യാണത്തിന് കൊടുക്കാൻ വേണ്ടി മേരി ചേച്ചി കയ്യിൽ നിന്ന് കടം മേടിച്ചോണ്ട് വന്ന സാരി. അത് ഡ്രൈ ക്ലീൻ ചെയ്യാനായി 10-75 രൂപ. കളിക്കാൻ കണ്ടില്ല. ശിക്ഷക്കാരി എന്തോന്നാലും അങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമല്ലോ. പോട്ട് മക്കളെ അമ്മയ്ക്ക് അറിയാൻ പറ്റാ ഈ പിള്ളേരുടെ കുസൃതി കണ്ടല്ലേ തലമുറ. ഇന്നലെ ഇവളുടെ അനക്കം കേൾക്കുന്നില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ബാത്റൂമിൽ എന്റെ പുതിയ ഷാമ്പു പതപ്പിച്ചെടുത്ത് കളിച്ചോണ്ടിരിക്കും. അത് വലിയ കാര്യമൊന്നുമല്ല. അമ്മക്ക് ഇങ്ങനെ വാങ്ങോണ്ട് പറഞ്ഞാൽ മതി. ഒരു ദിവസം നോക്കി നോക്കണം. നിങ്ങൾ ഒരു ദിവസമല്ല, ഞാൻ എല്ലാ ദിവസവും നോക്കി. ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാരും കൂടെ കല്യാണത്തിന് പോയി കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. അറിയാമല്ലോ, അങ്ങോട്ട് ഇന്നാ മതിയല്ലോ. വീട്ടിലോട്ട് വരുമല്ലോ, കാണിച്ചു തരാം ഞാൻ. മക്കളെ അവിടെ നിങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ. മര്യാദക്ക് സാരി ഉണക്കി വൃത്തിയാക്കി തന്നു എനിക്ക്. സാരി ഇട്ട് അമ്മ കളിക്കണം അവള്. കല്യാണ പ്രായമാകുമ്പോ നിന്നെ കെട്ടിച്ചു വിട്ടോളാം ഞാൻ. അങ്ങോട്ട് ഇറങ്ങി പോവുള്ളാരെ. എത്ര നേരം ഇങ്ങനെ ഒരു കൈ എവിടെയെങ്കിലും പോകുമ്പോ വരുന്നില്ലേ? അമ്മ റെഡിയായി. അതിനിപ്പോ കുറെ സമയം എടുക്കും. അവള് ഇനി അവളുടേതായ കുറെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്ലസ് ഇടണായിരുന്നു അമ്മ. അതപ്പോ ആദ്യം ആവില്ലായിരുന്നു. ഇനിയിപ്പോ നെക്ലസ് വേണ്ട, കിക്ലസ് വേണ്ട, ഇത് മതി. ഉള്ളതൊക്കെ മതി. അമ്മ കൂടെ വന്നിരുന്നെങ്കിൽ അവന് വലിയ സന്തോഷമായിരുന്നു. അല്ലെ ഹംസക്ക് കിടന്ന് വഴക്ക് പറയും. വരേണ്ടതായിരുന്നു. അതാ എന്നെ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞതാ. എനിക്ക് ഒന്നേ ഉള്ളു വരണേന്ന്. എങ്ങനെയാടാ ആൾക്കൂട്ടത്തിലൊക്കെ? എനിക്കടി ഒന്നാമത് നടുവും വയ്യ, കാലും വയ്യ. പ്രത്യേകം പറയണേ. ആദ്യം പറഞ്ഞോളാം. വൈകിരിക്കുന്നത് ഇനി ഇന്ന് വരുമോ എന്തോ എനിക്കറിയാം. അളിയാ എന്തോ അളിയാ ഇത് പോണ്ടേ? എത്ര നേരം ഇത് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണ? നീ ഞാൻ മാത്രം വന്നാൽ മതിയെങ്കിൽ നമുക്ക് പോവാം. ഇവിടെ മറ്റേ കല്യാണ പെണ്ണിന്റെ നാത്തൂന് ഒരുക്കൊണ്ടിരിക്കണേ ഉള്ളൂ. കടുപ്പം തന്നെ അവളെ ഒരുക്കം. ഇന്ന് വരുവോ? ഓ നല്ല സാരി. കൊള്ളാട്ടാ, നല്ല സാരി എടുത്ത് ഞാൻ ഇവിടെ നിന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ജമന്തി, അത് ഇവര് മറ്റേ പുകഴ്ത്തലിന്റെ അവാർഡ് വിട്ടുകൊടുക്കും. വിസ്തരിച്ചോണ്ട് അങ്ങ് നിന്നോളൂ. മക്കളെ പോയിട്ട് ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് കേൾക്കണേ, ഈ അടുക്കളയ്ക്ക് അടുപ്പ് കൂട്ടാനൊക്കെ നമ്മൾ പോണോ? നാണോടാ എനക്ക്. ഇത്രയും വർഷമായിട്ട് അവന്റെ കടന്നാണ് പറ്റൊരു ആലോചന മേടിക്കുന്നത്. അവിടെ തോന്നുമ്പോഴാണ് കൊടുക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യാം, അവന്റെ അടുക്കളയ്ക്ക് അവന്റെ മറുവീടിന് കൊച്ചിനെ നൂലുകെട്ടും എല്ലാത്തിനും പോകാൻ ഞാൻ റെഡിയാണ്. പ്രശ്നമില്ലല്ലോ, ഒന്നും ഞാൻ ചോദിച്ചില്ല. ഓ പൊന്നെ, ഉടനെ അങ്ങ് എഴുതാപ്പുറം വായിക്കണം. എവിടെ ചെന്നാലും ഇങ്ങനെയാണല്ലോ. ഉച്ചക്കില്ലേ നന്നായിട്ട് ചോറൊക്കെ തിന്നണം. ഒന്നും പറയല്ലേ, ഞാൻ ഒന്നും കൊടുക്കത്തില്ല. എനിക്കതൊക്കെ അറിയാം കേട്ടാ. വൈകുന്നേരമൊക്കെ ആവും ഞങ്ങള് വരാൻ. കൊല്ലം വരെ പോണ്ടല്ലേ. കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് നേരെ മറുവീടിന് പോണത്. അവിടെ വിളിക്കാൻ പോണേ. എല്ലാ കല്യാണത്തിന് മുമ്പ് പോകാൻ പറ്റില്ലല്ലോ. സാരി നല്ല സാരി അല്ലേ? അടിപൊളി. ഭയങ്കര പാടായിരുന്നു അതിനെ ഉടുക്കാൻ. അതെ, കൊള്ളാലടാ നിന്റെ ഉടുപ്പ്. ഭയങ്കര പാടായിരുന്നു എനക്ക്. നിന്റെ ഉടുപ്പ് പോയിട്ട് വരും നിങ്ങള്. അവിടെ വെയിറ്റ് ചെയ്യും. മര്യാദക്കൊക്കെ അടങ്ങി നിക്കണേ പിള്ളേരെ. മക്കളിങ്ങോട്ട് വാ. വരും, നമുക്കകത്ത് കയറി പോവാം. പറയുന്നൊക്കെ കേട്ട് മര്യാദക്ക് ഇരുന്നോളണേ. കാറ് കാണൂലളിയാ? പിന്നെ കൂടുതൽ ആൾക്കാർ